കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് മനുകുമാറാണ്. കാര്യങ്ങൾ ഭക്തർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു. നമസ്തേ. നമസ്കാരം. എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ജീവിതവും അവിടെ തന്നെയാണ് ജീവിച്ചു തീർക്കാൻ ആഗ്രഹിക്കുന്നത്. അതൊരു ശരിക്കും ഒരു ഞാൻ ഈ മഹാക്ഷേത്രങ്ങളൊന്നോ അല്ലെങ്കിൽ മറ്റൊരിടത്തോ പോകുമ്പോഴൊന്നും എനിക്കൊരു അനുഭവം എന്നല്ല, ഒരു അത്ഭുതങ്ങളൊന്നും തോന്നാറില്ല. ക്ഷേത്രങ്ങളിൽ പലരും മഹാക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. എനിക്കും അതാ തോന്നിയിട്ടുള്ളൂ. പക്ഷേ ആശ്രമത്തിൽ പോകുന്നത് ഞാൻ ഭജനയ്ക്കോ അല്ലെങ്കിൽ നാമം പറയാനോ അല്ലെങ്കിൽ അവിടുത്തെ സേവനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഞാൻ സാധാരണ പോകാറുള്ളത്. പക്ഷേ മഹാക്ഷേത്രങ്ങളിൽ നമ്മൾ ഒത്തിരി പോയിട്ടുണ്ട്. സ്വാമിയുടെ തന്നെ ഞാൻ 8 ദിവസത്തെ യാത്ര സ്വാമിയുടെ പോയിട്ടുണ്ട്. അതൊരു എനിക്ക് തോന്നുന്നു 90 കാലഘട്ടങ്ങളിൽ സ്വാമിയുടെ യാത്ര പോയപ്പോൾ തമിഴ്നാട്, കർണാടക, സത്യവനം ഉൾപ്പെടെ സ്വാമിയുടെ പോയിട്ടുള്ള യാത്രയാണ്. അന്ന് ഏറ്റവും ചെറുത് ഞാനാണ്. സ്വാമി ഇരിക്കുന്ന സ്വാമിയുടെ ഫ്രണ്ടിൽ തന്നെ എന്നെ ഇരുത്തിയിട്ടുണ്ട്. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എപ്പോഴും നോട്ടം, പിന്നെ സ്വാമിയുടെ നോട്ടം മുഴുവൻ എൻ്റെ നേരെയും എൻ്റെ നോട്ടം മുഴുവൻ സ്വാമിയുടെ നേരെയാണ്. ഈ കണക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്വാമിയുടെ ഒരു സഞ്ചിയുണ്ട്, എപ്പോഴും സഞ്ചി കരുതാറുണ്ട്, യാത്രയിലൊക്കെ കരുതാറുണ്ട് സഞ്ചി. അപ്പോൾ ഈ സഞ്ചി വണ്ടി വന്ന് കയറി പറഞ്ഞാൽ തന്നെ എൻ്റെ സീറ്റ് സൈഡിൽ വയ്ക്കും. ഞാൻ അതിൽ ചാരിയിരുന്നാണ് ഉറങ്ങാൻ. അതിൽ ചാരി ഇരിക്കുമ്പോഴോ ഉറങ്ങുമ്പോഴോ പിന്നെ നമുക്ക് ഈ എവിടെ കിടക്കുന്നെന്നുള്ളതോ ഒരു ബോധവും വേണ്ട. ഒരു സാധാരണ രീതിയിൽ വണ്ടി ഇരിക്കാൻ പറയാമല്ലോ, എങ്ങനെയായാലും ആടി ഒലഞ്ഞ് പോകും. പക്ഷേ ഇതിൽ പിന്നെ ഒരു ആട്ടവും ഇല്ല, ഒലച്ചിലും ഇല്ല, ഒന്നുമില്ല. അതിൽ സേഫാണ്. ആ സഞ്ചി തന്നെയാണ് സേഫ്. അവിടെ സുഖമായിട്ട് പട്ടുമെത്തേ കിടന്നുറങ്ങുന്ന കണക്ക് ഞാൻ കിടന്നുറങ്ങാറുണ്ട്. ചിലപ്പോൾ മണിക്കൂറോളം ഉറങ്ങി കഴിഞ്ഞ് എണീക്കുമ്പോഴായിരിക്കും ഉറക്കം എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോഴും നമുക്ക് നമ്മുടെ എന്താ പറയുക, നമുക്ക് കൂടെ നമ്മളെ രക്ഷാകർത്താവ് നമ്മോട് ചോദിക്കുന്ന ഒരു ഫീൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ അത്ഭുതകരമായ ഒക്കെ എന്ന് വെച്ചാൽ സ്വാമിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും പിന്നെ സ്വാമി ഇതുവരെ പഠിച്ചിട്ടുണ്ടെന്നോ അതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിയില്ല. സ്വാമിക്ക് എന്തൊക്കെ അറിവുണ്ടെന്നോ കുറിച്ച് അറിയില്ല. അങ്ങനെ ഒരു ജമാൾ ആഘോഷത്തിന് തൊട്ട് മുമ്പായിട്ട് നാമത്തിന് വേണ്ടിയിട്ട് തലേ ദിവസങ്ങളിൽ തയ്യാറെടുക്കുമല്ലോ. അതെ, നാമം തുടങ്ങും തയ്യാറെടുക്കും. അങ്ങനെ അച്ഛനെ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയങ്ങളിലൊക്കെ അച്ഛൻ തിരക്കാണ്. അപ്പം നമ്മളെ ചിലപ്പം അച്ഛൻ ചിലപ്പം വരുന്ന വഴിക്കോ പോകുന്ന വഴിക്കോ നമ്മളെ വണ്ടി കയറ്റും, നേരെ കൊണ്ടുവന്നു. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ ആ ഭാഗത്തോട്ടേ ഞങ്ങളെ ശ്രദ്ധിക്കാറില്ല. നമുക്ക് ഭയങ്കരമായി ചിലപ്പോൾ ദേഷ്യവും വിഷമവും തോന്നാറുണ്ട് ചില കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ഇങ്ങനെ അച്ഛൻ കൊണ്ടിറക്കും, അച്ഛൻ പോകും. അപ്പം കാര്യമായിട്ട് നമ്മളവിടെ നമ്മൾ 3 പേരും ചെറുതാണ്. ചേച്ചിയും ഞാനും അനിയനൊക്കെ ചെറുതായിരുന്നു.
അപ്പം ഇതിൽ എന്തെങ്കിലും കുറച്ചെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന എനിക്കേ ഉള്ളൂ. കാര്യം ചേച്ചിക്ക് പോലും അത്രയൊരു ഇതില്ല. അപ്പം എനിക്ക് അത് കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ അവിടെയൊക്കെ പോയി അച്ഛനെ തിരയും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാമത്തിന് 41 ദിവസം വ്രതം എടുത്തു. അപ്പം 41 ദിവസം വ്രതമാവുന്നു, നാമത്തിൽ പേര് കൊടുത്തിട്ടുണ്ടാവില്ല അച്ഛൻ. നമ്മളൊരു സിസ്റ്റം, എല്ലാ കാര്യങ്ങൾക്കും ഒരു സിസ്റ്റമുണ്ട്. അത് അവിടെയും ഉണ്ട്. ആ സിസ്റ്റത്തിൻ്റെ പേരിൽ നമ്മൾ നാമത്തിന് പേര് കൊടുക്കുന്നവർ, വ്രതം എടുക്കുന്നവർ പേര് കൊടുക്കണം. അതെ. അപ്പം ഇത് മാസങ്ങൾക്ക് മുമ്പേ കൊടുക്കണം. 41 ദിവസം മുമ്പ് കൊടുക്കുന്ന ആൾക്കാരാണ് കൂടുതലും. നമ്മുടെ പേര് കൊടുത്തിട്ടുണ്ടാവില്ല അച്ഛൻ. നമ്മൾ വ്രതം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഇതുപോലെ ഞങ്ങൾ എപ്പോഴും എല്ലാ ഭാഷയ്ക്കും നമ്മളെ ചെറുതിൽ നമ്മൾ 60 പേര് കൊടുക്കാറായപ്പോഴേക്കും നമ്മൾ വിളിച്ച് പേര് കൊടുക്കും. അതിന് മുമ്പുള്ള സമയങ്ങളിൽ മുഴുവനും ഇത്തരം കാര്യങ്ങൾ നമ്മളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. കാര്യം അച്ഛൻ പേരെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, അതൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്നും അറിയണ്ട, അതൊന്നും പറയുമെങ്കിൽ ഇത് എന്നാൽ ആ സമയത്ത് വന്ന് അച്ഛൻ പേര് കൊടുക്കാനോ അല്ലെങ്കിൽ പേര് ഇവർ വ്രതക്കാരാണ്, ഇവർ പേരോട് എഴുതാനും പറയാനോ അച്ഛൻ കാണത്തില്ല. അങ്ങനെ ഒരിക്കൽ മാധവൻകുട്ടി സാറ് പേര് ഒക്കെ ഗ്രൂപ്പൊക്കെ തിരിച്ചു, എല്ലാവരെയും ഗ്രൂപ്പായി, എല്ലാവർക്കും ഗ്രൂപ്പുകളായി. നമ്മൾ മാത്രം ഗ്രൂപ്പില്ല. അന്ന് പെൺകുട്ടികളും നാം പറയുന്ന സമയം. അപ്പം ചേച്ചിയാണെങ്കിൽ പെട്ടെന്നാണെങ്കിലും അവർ സ്വാഭാവികമായിട്ട് പെൺകുട്ടികളായതുകൊണ്ടും അവരും വല്ലാണ്ട് വിഷമിക്കാറുണ്ട്. അപ്പം ചേച്ചി തന്നെ ചോദിക്കുന്നത്, അച്ഛൻ എവിടെ പോയി, നീ എവിടെയെങ്കിലും തപ്പിക്കൊണ്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ തപ്പിയിട്ടൊന്നും കിട്ടാനുമില്ല. എന്നാൽ പരിചയമുള്ളടുത്ത് പറയുമ്പോഴും അവരും അങ്ങോട്ട് കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല. മാധവൻകുട്ടി സാറിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് പറയും, സാറേ ഇതുപോലെ നമ്മളെ പേരുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സാറും അങ്ങോട്ട് കാര്യമായി ശ്രദ്ധിക്കുന്നില്ല, സാറിന് ശ്രദ്ധപ്പെടുന്നില്ല. അങ്ങനെ വിഷമിച്ച് ഞങ്ങൾ 3 പേരും പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നാമത്തിൻ്റെ എത്തൂലെന്നാണ് തോന്നണത് എന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ എത്തിയ സമയത്ത് എവിടെ നിന്നറിയില്ല, സ്വാമി പെട്ടെന്ന് വന്നിട്ട് സാർ എന്തോ ചെയ്യുന്നേ എന്ന് പറഞ്ഞിട്ട് സാറിൻ്റെ ആ പേപ്പർ മുഴുവനും ബൈൻഡോട് കൂടി അങ്ങ് വാങ്ങാണ്. അപ്പം സ്വാമി ഇങ്ങനെ വന്നിട്ട് സാറിൻ്റെ നിന്ന് വാങ്ങും. സാറിനും പിടിയിട്ടില്ല, എന്താ പിടിയിട്ടൊന്നുമില്ല. സാറിൻ്റെ നിന്ന് സാർ എന്തോ ചെയ്യുന്നത്, സാർ എന്താ പേരെടുന്നത് എന്ന് വെച്ചിട്ട് ഇങ്ങനെ വാങ്ങിയിട്ട് നമുക്കൊരു വന്ന് ചോദിച്ച്, ചേച്ചിയെടുത്ത് ചോദിച്ചു, നിൻ്റെ പേരെന്തോന്നു? അപ്പോൾ അടുത്ത് എൻ്റെ അടുത്ത് ചോദിക്കുന്ന പേരെഴുതുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പേരെഴുതി നോക്കിയപ്പോൾ ഇംഗ്ലീഷിലാണ് സ്വാമി പേരെഴുതുന്നത്. അപ്പോഴും ഞാൻ ഞെട്ടി. അപ്പോൾ അതുവരെ നമ്മൾ സ്വാമിയെ കണ്ടിരുന്ന ഈ ഒരു പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു കണ്ടുകൊണ്ടിരുന്നത്. അത് ചെറുതിലെ സമയത്തൊരു അത്ഭുതമാണ് എനിക്ക് സമ്മാനിച്ചത്. ഇംഗ്ലീഷിലാണ് പേരെഴുതുന്നത്. നമ്മൾ 3 പേരും എഴുതുന്നത് ഇംഗ്ലീഷിലാണ് സ്വാമി പേരെഴുതുന്നത്. എഴുതിയിട്ട് സാറിൻ്റെ കൊടുക്കുന്നു, ഇനി അങ്ങോട്ട് ചെയ്തു പോകാൻ പറയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അത് നമ്മൾ 3 പേരെയും അന്ന സമയത്ത് നമ്മൾ 3 പേരെയും ഞെട്ടിച്ചു. കാര്യം നമ്മളങ്ങനെ സ്വാമി അത്ര നമുക്കറിയില്ല, സ്വാമി അതുവരെ പഠിച്ചെന്നോ എന്താണെന്നോ കുറിച്ച് അറിയില്ല. പെട്ടെന്ന് സ്വാമി ഇംഗ്ലീഷിൽ പേര് എഴുതുമ്പോഴേക്കും നമ്മൾ അതൊക്കെ അക്ഷരങ്ങൾ സ്വാമി ഇപ്പോൾ എഴുതുന്നതും ഇതെല്ലാം ആ വേഴ്സും ആ എഴുത്തും എല്ലാം ഇപ്പോഴും എൻ്റെ കൺമുന്നിൽ അത് മനസ്സിലായി ഉണ്ട്. അപ്പം അത് ഒരു ശരിക്കും പറഞ്ഞ ആദ്യ കാലങ്ങളിൽ നമ്മളെ ചെറിയ പ്രായത്തിൽ ഞെട്ടിച്ചൊരു സംഭവമാണ് എന്നെ സംബന്ധിച്ച്. അല്ല, ഭഗവാൻ എല്ലാ ഭാഷയും അറിയാം, എല്ലാ ഭാഷയും അറിയാം. നമുക്ക് അറിഞ്ഞൂടാ, നമുക്കറിഞ്ഞൂടായിരുന്നു. പക്ഷെ അത് വല്ലാണ്ട് ഒരു ഞെട്ടിയൊരവർ. അതായത് ഇത്രയും അത് നല്ല എന്താ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അതുവരെ സ്വാമി ഒന്നും എഴുതാൻ കണ്ടില്ല. സാധാരണ ഇതിൻ്റെ ആജ്ഞാപിക്കാൻ അത് ചെയ്ത് അവരെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ സ്വാമി വന്നിട്ട് ഇത് എഴുതിയപ്പോഴേക്കും അത് വല്ലാതൊരു അത്ഭുതം തോന്നി ഒരു സമയമായിരുന്നു. അത്ഭുതം മാത്രമല്ല, സ്വാമിയോടൊരു വല്ലാത്തൊരു. അപ്പം നമ്മൾ സാധാരണ അതുവരെ കണ്ടുകൊണ്ടിരുന്നത് എന്താ പറയുക, ഈ ചില സമയം നമ്മൾ കളിക്കൂട്ടുകാരെ പോലെ സ്വാമി സംസാരിക്കുന്നു, നമ്മളത് തന്നെയാണ് കാണുന്നു, നമ്മളത് തന്നെയാണ് ചെയ്യുന്നു. നമുക്കവിടെ ഒരു നമ്മളൊന്നും പ്രധാനമായി അത്ഭുതകരമായി വേറൊന്നും ചിന്തിക്കുന്നുമില്ല. സ്വാമി എന്താണെന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, നമ്മളൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ട സമയത്താണ് ഇത് ഞങ്ങളുടെ വിഷമം. അവിടെ നിന്ന് ഞങ്ങൾ 3 പേരും വിഷമിക്കുന്നത് സ്വാമി കണ്ടു എന്നുള്ളതും ആ സമയത്ത് അവിടെ വന്നു എന്നുള്ളതും
ഈ 3 പേരെ പേര് എഴുതിയിട്ട് സ്വാമി തിരിച്ചു കൊടുത്തിട്ട് ഇന്ന് ഇത് വെച്ച് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് ചെയ്തത്. സാറിനെ അത്ഭുതപ്പെടുത്തി. സാറ് മനഃപൂർവ്വമല്ല, സാറ് നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ഞാൻ ചെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ സാർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്. സാറിൻ്റെ എണ്ണം എന്ന് വെച്ചാൽ ഈ 10 അന്ന് ഒത്തിരി പേര് നാമധേയത്തിലുള്ളതാണ്. അപ്പം ഇതെല്ലാം കോടീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് സാർ. അപ്പോഴും എൻ്റെ ഈ ശബ്ദം ചെറിയ ശബ്ദം സാർ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. സാറിന് അതൊരു പിന്നീട് സാറിനത് തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാര്യം പലപ്പോഴും സാറ് നമ്മുടെ പേര് പലപ്പോഴും ലാസ്റ്റ് സമയത്താണ് കൊടുക്കണമെങ്കിൽ പോലും പിന്നെ അതിന് ശേഷമുള്ള വർഷങ്ങളിലെല്ലാം ആദ്യം എഴുതാറുണ്ട്. നമ്മളെ പേര് എപ്പോഴും കിട്ടിയാലും ശരി തന്നെ നമ്മളെ കണ്ട അപ്പോഴേ തന്നെ സാർ എഴുതാറുണ്ട്. കാര്യം അല്ലെങ്കിൽ സ്വാമി ഒന്ന് വാങ്ങി പിടിച്ചു കഴിഞ്ഞാൽ എഴുതുമോ എന്നുള്ള പേടിച്ചിട്ടുള്ളത്. ആ കണക്കിന് അനുഭവങ്ങൾ വളരെ വലുതാണ്. പിന്നെ സ്വാമി സംസാരിക്കുന്നതിനായാലും ശരി തന്നെ ഈ മറ്റുള്ളിടത്ത് ഇപ്പം ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലായിരിക്കാം സംസാരിക്കുന്നത്. അതിൽ ഒരു അരമണിക്കൂർ 10 പേര് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ 10 പേർക്കും കിട്ടത്തക്ക രീതിയിൽ അവരവരെ മനസ്സിലെന്തുണ്ടോ അതനുസരിച്ച് സംസാരിക്കാറുണ്ട്. അത് വല്ല ഇതാണ്. ഭഗവാൻ എന്ത് പറഞ്ഞാലും വേസ്റ്റ് ആയിട്ടുള്ള വാക്ക് വരില്ല. അത് ആക്കോ വേണ്ടിയിട്ടാണ്. അത് നമ്മളിൽ ആക്കോ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളൊരാൾക്ക് പകർന്നു കൊടുക്കാനുള്ളതാണ്. അല്ലാതെ സ്വാമി ഒന്നും പറയില്ല. അത്തരത്തിലുള്ള ഒരു ഇതാണ് സ്വാമി പലപ്പോഴും പറയാറുള്ളത്. ഞാനും ഈ ചെറുതിലെ ആസ്മയുടെ ഒക്കെ ഈ ശ്വാസം മുട്ടൽ കഫക്കെട്ട് ഇങ്ങനെയൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സ്വാമി എപ്പോഴും ഇടയ്ക്ക് ആടലോടൊക്കെ കഷായമൊക്കെ ഇട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ തന്നെ ഇട്ട് കൊടുക്കുന്ന ആ ഒരു ഇത് ഇട്ട് കൊടുക്കാറൊക്കെ ഉള്ളത്. അപ്പോൾ ആ കൂട്ട് സ്വാമി കൊടുത്ത ശേഷം ബാലൻസ് ഉള്ളതും അല്ലാതെയൊക്കെ കഴിച്ചു തുടങ്ങി. അപ്പം ആടലോടകം എന്ന് പറയുന്ന സാധനം ഏതാണ്ട് 90% പേര് കഴിക്കാൻ അറയ്ക്കുന്ന സാധനം, നല്ല കയ്പുള്ള സാധനമായിട്ട് അവർ കഴിക്കാൻ മടിക്കും. പക്ഷെ അപ്പോഴേ നമ്മൾ ഞാൻ കഴിച്ചുകൊണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അമൃത് പോലെ കഴിക്കും പോലെയാണ് ഞാൻ കഴിക്കുന്നത് സാധാരണ. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഈ സ്വാമി കഷായ ഇടൽ എപ്പോഴും ഇല്ല, വല്ലപ്പോഴും കൂടെ നമ്മളിങ്ങനെ ഇട്ട് നമുക്കറിയാം ഇങ്ങനെ കഷായം കുടിക്കാൻ പറ്റും, കഫക്കെട്ടൊക്കെ മാറുന്നതാണെന്നുള്ള ഇതുണ്ട്. അതൊക്കെ ഇത് ഇടാൻ മടിച്ചിട്ട് നല്ല പ്രായമായപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷമൊക്കെ തന്നെ ഞാൻ ഇതേപോലെ ഈ ആടലോടത്തിൻ്റെ ഇലയൊക്കെ പറിച്ച് തിന്നാം, പച്ചക്ക് കഴിക്കും. അപ്പോൾ എനിക്കത് കയ്പായിട്ട് അതൊരു പ്രശ്നമല്ല, കയ്പെന്നുള്ളത് പ്രശ്നമല്ല ഉണ്ടായി. ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാം. അന്ന് അതെനിക്കൊരു ഒരു ഇതായിരുന്നു. ഞാൻ ഇങ്ങനെ കഴിക്കും. അപ്പോൾ അത് സ്വാമിയെ കാണിച്ചിട്ടില്ല നമ്മൾ കഴിക്കുന്നത്. അല്ല എവിടെയെങ്കിലും ചിലപ്പോൾ അവിടെ നിന്നിട്ട് ഇറങ്ങി പോകുമ്പോഴായിരിക്കും ഒരു ഇലയും പറിച്ചുകൊണ്ട് ഇറങ്ങി പോകണം. അവിടെ ഇലയും പറിച്ചുകൊണ്ട് വന്ന് ചവച്ച് പറഞ്ഞ വഴിക്ക് കഴിച്ചുകൊണ്ടിങ്ങനെ പോരും. ഇങ്ങനെ അത് ഒരിക്കൽ ഇതല്ല, ഒരു വൈദ്യർ അവിടെ ഇരിക്കുമ്പോൾ ഇതല്ല സ്വാമി ഇങ്ങനെ കഷായത്തെക്കുറിച്ച് ഇങ്ങനെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്വാമി പറഞ്ഞു, ഈ ഞാൻ ആടലോടെ കഷായം കുടിച്ചാണ് ഈ ഇതൊക്കെ ഈ കഫക്കെട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ മാറ്റിയിരുന്നത്. ഞാൻ കഷായം കുടിക്കാൻ കണ്ടുകൊണ്ട് ഇവിടെ ഒരുത്തൻ പച്ചല പറിച്ച് തിന്നാൻ തുടങ്ങി, ആടലോടത്തിൻ്റെ പച്ചല എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അപ്പം അത് എനിക്ക് ഞാൻ അവിടെ വേറൊരാൾ കഴിക്കുന്ന ഒരാളുണ്ടോയെന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരാരും കഴിക്കുന്ന ആരില്ല. 2-3 പേരെ കണ്ടോ 3-4 പേരെ ഉണ്ടായിരുന്നല്ലോ അപ്പോഴും. അപ്പം ഞാൻ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കുള്ളതാണെന്ന് പറഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ശേഷമാണ് അപ്പം പറഞ്ഞു. അപ്പോൾ എനിക്ക് കാര്യമായിട്ടൊന്നും പിടികിട്ടിയില്ല. നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് കൂടുതലും സ്വാമി പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു 10%-15% ഞാൻ ഉൾക്കൊണ്ടിട്ടുള്ളൂ എന്നുള്ളത് എനിക്ക് ബോധ്യമാണ്. കാര്യം നമ്മളെല്ലാം ചിരിച്ചുകൊണ്ടിരുന്ന് കേട്ടുകൊണ്ടിരിക്കും. അത് എനിക്കുള്ളതാണ് ആക്കുള്ളതാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാതെ അങ്ങനെ കഴിയണതും അത്രയില്ല. എന്നാലും കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചില സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്വാമി പറയും. അപ്പോൾ പറയുമ്പോൾ ഇത് നമുക്കാണെന്ന് അല്ലെങ്കിൽ എൻ്റെ അടുത്തായിട്ടാണ് പറയുന്നതെങ്കിൽ ചിലപ്പം നമ്മുടെ അടുത്തായിട്ട് പറയാറുണ്ട്, വിളിച്ച് പറയാറുണ്ട്. അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അത്ര സീരിയസോട് കേട്ടിരിക്കുകയും അത് തന്നെ പാലിക്കാനും ശ്രമിക്കാറുണ്ട്. അപ്പം ഈ അന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വലിയ ധാരണ. ഞാനൊരു ഇതേപോലെ തമാശ രൂപത്തിൽ ഞാൻ കണ്ടിരുന്നു. കൊടുക്കാം ഈ ഇരുന്ന ആൾ എണീറ്റ് വന്ന് കാപ്പി കുടിക്കാനായിട്ട് എണീക്കുന്നു. അപ്പോൾ ഞാൻ കാപ്പിയൊക്കെ എടുത്ത് കൊടുത്ത് ഞാൻ. അപ്പോൾ എൻ്റെ ചോദിച്ചു, സ്വാമി പറഞ്ഞല്ലോ മനസ്സിലായോ? ഞാൻ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായി, എന്ത് പറ്റി അത് എന്ന് പറയും. അപ്പോൾ പറഞ്ഞു അത് പറഞ്ഞത് ആടലോടാൻ കഴിക്കണം, ഞാൻ പച്ചയ്ക്ക് കഴിക്കും
ചില കഴിയും, അതുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് പറയാണ്. അപ്പോൾ പറഞ്ഞു അതാ അപ്പം നിനക്ക് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞ ചേട്ടാ, ബാക്കിയെല്ലാം പറഞ്ഞ് മനസ്സിലായി. ഞാൻ പറഞ്ഞു ഇല്ല, അത് ഇന്ന പ്രോബ്ലംസ് ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് പുള്ളി വ്യക്തമാക്കി തരും. ഞാൻ കല്യാണം കഴിഞ്ഞ് സ്റ്റേഷനോടെ കഴിഞ്ഞു. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ ആൾക്കാരിൽ അടലോടകം കൂടുതൽ കഴിക്കാൻ പാടില്ല, സ്ഥിരം കഴിക്കാൻ പാടില്ല, കഴിക്കാൻ പാടില്ലെന്നും അത് പിന്നെ കുടുംബജീവിതത്തെ ബാധിക്കുമെന്നും, അടുത്ത് രണ്ടാമത്തത് മെഡിസിൻ നമ്മൾ എമർജൻസി ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇംഗ്ലീഷ് മെഡിസിൻ അങ്ങോട്ട് എഫക്റ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം, ആന്റിബയോട്ടിക് ആണ് ശരിക്കും. പുള്ളി എൻ്റെ അടുത്ത് ഇത് പറഞ്ഞുതരാണ്, ഇന്നാണ് കഴിക്കരുതെന്നല്ല, അതിനൊരു ലിമിറ്റ് വെച്ച് കഴിക്കണം. ഒരു 3-4 ദിവസം തുടരെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നപ്പോൾ 3-4 ദിവസം കഴിക്കാൻ നിർത്തുക. അതൊരു ഭയങ്കര ഒരു, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടപ്പോൾ ഞാൻ ഇത് കണ്ടിന്യൂ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ സമയം എനിക്ക് ആ യഥാർത്ഥ സമയത്ത് എന്നെ അറിയിക്കാൻ പറ്റുന്ന സമയത്ത് എന്നെ അറിയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഇതൊന്നും പിന്നെ അപ്പം നമ്മൾ പറഞ്ഞിട്ടല്ലല്ലോ, അല്ല, ഒരിക്കലും അല്ല. സ്വാമി തന്നെയാണ് അത് ഇവന് ഇപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട സമയമുണ്ട്, അത് ഇവന് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകത്തോണ്ടാണ് ഈ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരാൾ ഇരുത്തിയിട്ട് പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിനും എന്നെയാണെന്ന് അദ്ദേഹം വിചാരിക്കുന്നില്ല. അദ്ദേഹം കാപ്പിടിക്കാൻ വന്ന സമയത്ത് തന്നെ പറഞ്ഞു, സ്വാമി പറഞ്ഞാലും മനസ്സിലായെന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞ് സ്വാമി പറഞ്ഞൊന്നും മനസ്സിലായില്ല, പക്ഷേ ആടലോടത്തിൻ്റെ കേസ് പറഞ്ഞ് ഞാനാണ് കഴിക്കുന്നത് കേട്ടാ എന്ന് ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു. അപ്പോഴാണ് പുള്ളി പറഞ്ഞ അപ്പം നിനക്ക് വേണ്ടിയാണ് പറഞ്ഞത്, ബാക്കി പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ചില്ലേ. ഞാൻ പറഞ്ഞ് കേട്ട് അത്ര. അപ്പോൾ സ്വാമി പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടാണ് സ്വാമി കാര്യങ്ങൾ അത് അവതരിപ്പിച്ചത്. അപ്പം ഇങ്ങനെ ഒരു വ്യക്തമായി പിന്നെ എന്താ പറയുന്നത്, ഒരു വൈദ്യർക്ക് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലും എന്നാൽ എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകാത്ത രീതിയിലുമൊക്കെയാണ് സ്വാമി അന്ന് പറഞ്ഞത്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് പൂർണ്ണമായി കാര്യം മനസ്സിലായി. അപ്പോൾ അതിനുശേഷം നിയന്ത്രിക്കാൻ തുടങ്ങി. പക്ഷേ ഇപ്പോഴും ഞാൻ അതെല്ലാം കഷായം കുടിക്കാറുണ്ട്, പച്ചയ്ക്ക് കഴിക്കാറുണ്ട്. പച്ചയ്ക്ക് കഴിക്കാൻ അന്ന് അത് പച്ചയ്ക്ക് കഴിക്കരുതെന്ന് പറഞ്ഞാൽ എൻ്റെ ആ ഒരു ഫീല് എനിക്ക് അപ്പോൾ മനസ്സിലായി. ശേഷം ഇതുവരെ പച്ചയ്ക്ക് കഴിച്ചിട്ടില്ല. പക്ഷേ കഷായം ഇടയ്ക്ക് കഫക്കെട്ട് കൂടുന്ന സമയം സ്നാപ്പിലിയൊക്കെ ഒന്ന് കൂടി വരുന്ന സമയത്ത് ഞാൻ കഴിക്കാം. അത് കഷായമായിട്ട് തന്നെ ഇട്ട് കുടിച്ച് അത് 2-3-4 ദിവസം കഴിക്കും, അതങ്ങ് പോകും. പിന്നെ നല്ല ശക്തി മരുന്ന്. ഇതൊക്കെയാണ്, ഇതൊന്നും അല്ല അനുഭവങ്ങൾ ഒരുപാടാണ്. പിന്നെ ഇത്രയും ഒരുപാട് കാലം അപ്പോൾ ഈ പലരുടെയും കാര്യങ്ങൾ, പലരും വന്ന് പല കാര്യങ്ങളും പറയുന്നതും, പിന്നെ ഓരോ ഓരോ ഘട്ടങ്ങളും നമ്മൾ മനസ്സിരുത്തി പിന്നെ നമ്മൾ എന്താ പറയുക, ഓരോ ഘട്ടങ്ങളും നമ്മൾ മുമ്പിൽ നടന്നതാണ്. അപ്പോൾ അത്രയും അനുഭവത്തോടു കൂടി തന്നെയാണ് ഓരോ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളതും, ഓരോ മാറ്റങ്ങളും മാറ്റത്തിൽ നമ്മളെന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളതും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അല്ല, മനുവൊക്കെ ദൃക്സാക്ഷിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ, ഇതാരും പറഞ്ഞറിഞ്ഞതല്ല. എല്ലാം കൂടെ നിൽക്കുന്നതുകൊണ്ട് ഭഗവാന്റെ കൂടെ നിൽക്കുമ്പം കിട്ടുന്ന മറ്റാരും പറഞ്ഞു തന്നിട്ടുള്ള അവരും അറിയേണ്ട ആവശ്യമില്ലല്ലോ. അതെ, അതൊക്കെ നമുക്ക് അങ്ങനെ നേരിട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും ഇതെല്ലാം ചെറുതായിരിക്കുമ്പോഴും ഈ നമ്മൾ നാമത്തിനങ്ങ് നിൽക്കുന്ന സമയത്ത് സ്വാമി എപ്പോഴും നമുക്ക് സ്വാമി ദേഹത്ത് തൊടാൻ പറ്റുന്ന ഒരു അവസരം ഇഷ്ടം പോലെ ഉണ്ട്. അത് നമ്മൾ ഒരു ദൈവത്തിൻ്റെ കൈ തൊടുന്നു എന്നുള്ള രീതിയിലല്ല നമ്മൾ തൊടുന്നത്. അങ്ങനെ ഒരിക്കൽ ഇതുപോലെ ഒരു ജമ്മാള് ദിവസത്തിൻ്റെ അന്ന് രാവിലെ ഇതേപോലെ പിന്നെ സ്വാമി ഹോമം കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് നല്ല പ്രസാദം കൊടുത്തു തുടങ്ങി. അപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് അവർക്കൊക്കെ കൊടുത്തു. അപ്പോൾ ഞാൻ ഇങ്ങനെ വന്നപ്പോഴേക്കും എന്നെ ഇങ്ങനെ നോക്കി തല കാണിച്ചു. ഞാൻ ചെന്നു. ഞാൻ പിന്നെ കാലി തൊട്ടുവിടാൻ പോയി. അപ്പോൾ സാധാരണ എപ്പോഴും നമ്മൾ തൊട്ടുവിടുന്നതാണ്. വരുമ്പോഴെന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അനുഭവങ്ങൾ നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ട് തൊട്ടുവിടുന്ന ശീലമുള്ളതാണ്. അത് നമുക്കൊരു അപ്പോൾ സ്വാമി പെട്ടെന്ന് കാലങ്ങ് വലിച്ചു. അപ്പം അതിന് ഒരു വിഷമമായി. സ്വാമി അയ്യോ ഞാൻ കാലിത്തോടാൻ യോഗ്യനല്ലേ എന്നുള്ള ഒരു തോന്നലേക്ക് വന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സ്വാമി നല്ല ഗൗരവത്തിലായിരുന്നു ആ സമയം മുഴുവൻ. ഈ പ്രസംഗം കൊടുക്കുന്ന സമയത്തെല്ലാം ഒരു ഗൗരവവും ഭയങ്കര ഇതുണ്ടായിരുന്നു. അപ്പോൾ സ്വാമി പെട്ടെന്ന് കാല് വലിച്ചു. എന്നിട്ട് കാല് വലിച്ചെങ്കിലും വലിച്ച കാലം അങ്ങനെ തന്നെ വെച്ചു. അപ്പോൾ ഞാൻ അത് തൊട്ടുവഴിയും ചെയ്തു. അപ്പോൾ സ്വാമി സാധാരണ അങ്ങനെ ഉണ്ടായിട്ടില്ല. നമ്മൾ എവിടെ തൊട്ടാലും പ്രശ്നമല്ല എന്നുള്ള കണ്ടീഷനിലാണ്. പിന്നീടാണ് അത്
പൂർണ്ണമായി എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഹോമം കഴിഞ്ഞ് വന്നതും ആ സ്വാമി അന്നത്തെ ദിവസം ഭയങ്കരമായ ഒരു പവറിൽ നിന്ന സമയമാണ്. അനുവാദം ഇല്ലാതെ തൊടാൻ പാടില്ല. തൊട്ടാലുണ്ടാകുന്നത് ചിലപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാത്ത ഇതായിരിക്കും എന്ന് മനസ്സിലായി. പിന്നെ അതിനുശേഷമൊക്കെ അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. അതിനുശേഷം പിന്നെ ഞാൻ വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ സ്വാമി അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ മുഖം എല്ലാം ശ്രദ്ധിച്ച് തന്നെയാണ്. അതുപോലെയാണ് കുറച്ചെങ്കിലും നമ്മൾ സ്വാമിയെ കൂടുതൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാൻ തുടങ്ങിയത്. അതിന് മുമ്പ് അങ്ങനെ ശ്രദ്ധയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എപ്പോഴും കൊണ്ടുകൊടുക്കും, എപ്പോഴും വാങ്ങാനുണ്ടെങ്കിൽ വാങ്ങും, പിന്നെ അങ്ങനെയുള്ളൊരു ഇതായിരുന്നു ആ ഒരു രീതി. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ ഒരു അനുഭവത്തോടുകൂടി കുറച്ച് ആ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങി. കാര്യം നമുക്ക് സ്വാമി ചിലപ്പോൾ കാല് കഴിച്ച് എനിക്ക് എൻ്റെ ദോഷം ഉണ്ടാവരുത്, അല്ല എനിക്ക് ഒന്നും സംഭവിക്കരുത് എന്നുള്ള രീതിയിലായിരിക്കാം അന്ന് അപ്പോഴാ കാല് വലിച്ചെങ്കിലും ഞാൻ തൊട്ടു എഴുതു. പക്ഷേ അപ്പോൾ എന്തോ അനുഗ്രഹം സ്വാമി അത് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ എന്തോ ഒരു ഉണ്ടായി എന്നുള്ളത് എനിക്കത് പിന്നീടാണ് ബോധ്യമായത്. അപ്പം അങ്ങനെ തൊടാൻ പാടില്ല എന്ന് അത് സ്വാമിയിൽ തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പം അതിനുശേഷം പിന്നെ ഒരു ശ്രദ്ധയും ഇത് വയ്ക്കാറുണ്ട്. സാധാരണ ഇപ്പം നമ്മളൊക്കെ അല്ലാതെ മറ്റ് കാലിത്തൊട്ട് വിടാൻ സ്വാമി അങ്ങനെ സമ്മതിക്കുമായിരുന്നു, പൊതുവേ സമ്മതിക്കില്ല. നമ്മളൊക്കെ അന്ന് ചെറുതിനെ നമ്മൾ ചെയ്ത സ്വാമി പിന്നെ ഒന്നും മിണ്ടില്ല. അല്ല, നമ്മളെ സംസാര രീതി അതാണ്. നമ്മൾ എന്നിട്ട് ഒരു എന്ത് വന്നേന്ന് ചോദിച്ചാൽ തന്നെയും അങ്ങനെ സാറിന് ചോദിക്കാറില്ല, കുറവാണ്. നമ്മൾ സ്ഥിരം ചെല്ലുന്ന നമ്മളുടെ ആ ഒരു ചോദ്യം കുറവാണ്. ചിലപ്പോൾ എന്ത് വിശേഷം എന്ന് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ചിലപ്പം പോകാതിരുന്നിട്ട് പോകുമ്പോഴുള്ള ഒരനുഭവം. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ചോദിക്കാറുണ്ടാവും. അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് നമ്മൾ തോന്നുന്നു പറയും. അപ്പം അത് പലരും കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊരു ഇങ്ങനെയൊക്കെ പറയും എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നവരുടെ മുമ്പിൽ സ്വാമി മറുപടിയും പറയാറുണ്ട്. ആ സമയത്ത് തന്നെ സ്വാമി മറുപടി പറയും. അവരും ചിലപ്പം ഞെട്ടിപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കണം എന്താ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴന്നെ അവർക്ക് സ്വാമി മറുപടി കൊടുക്കും. അത് ഇന്നാര മോനാണ്, അല്ല ഇന്ന ഇതാണ് എന്ന് പറയും. അപ്പോൾ അവർക്ക് ആ അടുപ്പുള്ള ആൾ എന്നുള്ളതാണ്. പലരുടെയും ഒത്തിരി ഇങ്ങനെ സ്വാമി മറ്റുള്ളവർ സംസാരിക്കാൻ കേൾക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ നമ്മുടെ റേഞ്ചിലല്ല സംസാരിക്കുന്നത്. അപ്പം നമുക്ക് കേൾക്കാനുള്ള റേഞ്ചല്ല, കുറേ കൂടെ ഓരോരുത്തർ വരുമ്പോഴും ഓരോ രീതി അവർക്കുള്ള റേഞ്ചിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കരമായ ഇതാണ്. കാര്യം നമ്മളെ ബാധിക്കുന്നതല്ലെങ്കിൽ പോലും കേട്ടിരിക്കാനും അത് നമുക്ക് ഉൾക്കൊള്ളാനും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ളതാണ്. അതേസമയം അത്ര പക്വതയോടുകൂടി നമ്മുടെ അടുത്ത് ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മൾ സംസാരിച്ചതല്ല സ്വാമി. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ സംസാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളായിരിക്കാം, മറ്റു കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആരുടെയും കഥകളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം സംസാരിക്കും. പക്ഷെ അതേസമയം ഈ അറിവുള്ളവരും പിന്നെ ഡോക്ടർമാരോ അല്ലെങ്കിൽ ആ റേഞ്ചിലുള്ള ആൾക്കാർ വന്നിരിക്കുമ്പോൾ പലരെയും സ്വാമി ബഹുമാനപൂർവ്വമാണ് അഭിസംബോധന ചെയ്യാറുള്ളത്. എപ്പോഴും സ്വാമി ബഹുമാനം ഭയങ്കരമാണ്. അത് കേൾക്കും, അത് വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ബഹുമാനം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല എന്നുള്ളത് ഒരിടത്തും നമ്മൾ ഒരാളിനെയും ബഹുമാനിക്കുന്നില്ല എന്ന് തോന്നാറുണ്ട് പലപ്പോഴും. അത് പലപ്പോഴും എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്, ഞാൻ തിരുത്താറുണ്ടെങ്കിലും. പക്ഷേ പിന്നെ എന്നാലും നമുക്ക് പലപ്പോഴും പറ്റാറുണ്ട് നമ്മളവരെ ബഹുമാനിച്ച് കുറഞ്ഞു പോയോ എന്ന് തോന്നാറുണ്ട്. പക്ഷേ സ്വാമി അത്രയും ബഹുമാനപൂർവ്വം സാറ് അങ്ങനെയൊക്കെ അഭിസംബോധന ചെയ്യുന്നത്. പലരെയും ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് കണ്ടുപരിചയമില്ല എന്ന് നമുക്ക് തോന്നാം. അവരെ ഒരു പരിചയമില്ല, നമ്മൾ എപ്പോഴും എന്നുള്ള ഒരു പുതിയ ആളാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ പറയും ഇതാണ് ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്, പണ്ട് വന്നിട്ടുണ്ടെന്നൊക്കെ പറയും. അപ്പം പറയും ചിലപ്പം പറഞ്ഞ് അകത്തോട്ട് വിട്ടാൽ സ്വാമി ചോദിക്കുമോ ഇനി ആരുടെ കയറ്റി വിട്ടെന്ന് ചോദിക്കുമോ എന്നുള്ള പേടിയിൽ നമ്മൾ ചിലപ്പോൾ ചെന്നിട്ട് പറയും ഇന്നടുത്ത് ഇന്ന പോലെ ഒരാൾ കാണാൻ വന്നേക്കണമെന്ന് പറയുമ്പോൾ വരാൻ പറയാമെന്ന് പറയുമ്പോൾ എനിക്ക് വരാൻ പറയാനല്ല, പിന്നെ പ്രശ്നമല്ല. ചെന്ന് കഴിയുമ്പോഴാണ് അവരുടെ റേഞ്ച് നമ്മൾ മനസ്സിലാവുന്നത്. അവരോട് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ മനസ്സിലാവണേ
അഭാജ്യമായ ബന്ധം എന്ന് പറഞ്ഞാൽ അപ്പം നമ്മളൊന്നും അല്ലേ, നമുക്കിതിൽ റോളും ഇല്ലേ എന്നുള്ള കണ്ടീഷൻ നമുക്ക് തോന്നുന്ന തരത്തിൽ അവരുമായിട്ട് സംസാരിക്കുന്ന അത്ര പരിചയവും അത്ര അധികം ഇഴുകിച്ചേർന്ന ഇട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നത്. അപ്പോഴാണ് നമുക്ക് പറ്റിയ അബദ്ധം നമ്മൾ മനസ്സിലാക്കുന്നത്. ഒത്തിരി അബദ്ധങ്ങൾ, ഒത്തിരി പേരെ അത്ര ഇതാണ്. അതുപോലെ ആ ചാലയിലെ അപ്പൂപ്പനൊക്കെ അദ്ദേഹത്തിനെയൊക്കെ ഭയങ്കരമായി സ്വാമി ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കാറുണ്ട്, ഭയങ്കരമായി സ്വാമി. അപ്പം അതൊക്കെ നമുക്ക് പിന്നെ പലപ്പോഴും നമ്മൾ അവരെയൊന്നും അത്ര കാര്യമായിട്ട് നമ്മൾ ആദ്യ സമയങ്ങളിൽ വിവരിച്ചിരുന്നില്ല. അതെ, നമ്മൾ അങ്ങനെ കാര്യമായിട്ട് വിവരിച്ചിരുന്നില്ല. പക്ഷേ അതൊക്കെ പിന്നീട് നമുക്ക് മുതൽക്കൂട്ടായി. അപ്പം നമുക്ക് മനസ്സിലായി ഇനി ഇവിടെ ഈ കാമ്പൗണ്ടിൽ വരുന്നത് അവകാശികളാണ്, അല്ലെങ്കിൽ അവർക്ക് ഇവിടെ ഒരു റോൾ ഉള്ളതുകൊണ്ടാണ് അവർ വരുന്നത്, അവകാശികളാണ് വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അവരെ ബഹുമാനിക്കണം, അവരെ ഒന്ന് ഉൾക്കൊണ്ട് നമ്മൾ മോശമായി കാണാൻ പാടില്ല എന്ന് മനസ്സിലായപ്പോൾ അത് കുറേ കഴിഞ്ഞപ്പം കുറച്ച് ദിവസമൊക്കെ അവിടെ ഈ സ്ഥിരം നമ്മൾ പക്വതയൊക്കെ വന്നതിന് ശേഷം ഉണ്ടായ അനുഭവങ്ങളൊക്കെയാണ്. അതൊക്കെ നമുക്ക് വളരെ ഗുണപ്പെട്ടു എന്നുള്ളത്. അതുകൊണ്ട് ആരുടെ മോശമായി സംസാരിക്കേണ്ട ഒരു അവസരം നമുക്ക് വന്നിട്ടില്ല. എന്നാൽ അവിടെ നിന്ന് തന്നെ ഇപ്പം പലരെയും ചില ആൾക്കാർ പ്രശ്നക്കാരായിട്ടുള്ള ചില ആൾക്കാർ വന്ന് ശല്യം ചെയ്യാറ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി അനുഭവങ്ങളുണ്ടായിരുന്നു. ശല്യം ചെയ്യാൻ അവരുടേതായ വിഷമങ്ങൾ അവർ അവതരിപ്പിക്കുമ്പോൾ അത് ചിലപ്പോൾ ഒരിക്കലും ഒന്നും ചെയ്യാൻ വയ്യാത്ത ഘട്ടം ആയിരിക്കാം സ്വാമിക്ക്. അപ്പോൾ സ്വാമി പറയും, നിങ്ങൾ കരയാതെ നിങ്ങൾ പൊക്കോ എന്നൊക്കെ പറയുമ്പോൾ അവർ അനുസരിക്കുന്നില്ല എന്ന് കാണുമ്പോഴൊക്കെ നമുക്കത് ഇത്തിരി അവരോട് ഇത് അല്ല, നിങ്ങൾ ഇത് ചെയ്യരുത്, നിങ്ങൾ ഇറങ്ങ് പൊക്കോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇറക്കി വേണ്ടി വരുന്ന അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വേദനയോടുകൂടി തന്നെയാണ്. അവരിൽ പലരും ഇപ്പോഴും നല്ല അനുഭവം ഇതെല്ലാം പങ്കെടുക്കുന്ന ആശ്രമത്തിൽ വരുന്നവരൊക്കെയാണ്. എങ്കിൽപ്പോലും നമ്മളത് ഇപ്പം അന്നത്തെ സാഹചര്യത്തിൽ ചെയ്യേണ്ടി വരുന്ന സാഹചര്യമല്ല. അത് ഭഗവാൻ ചിലപ്പോൾ അവർ സങ്കടം പറഞ്ഞ് ഭഗവാൻ പോകാൻ പറഞ്ഞാൽ ഇവർ ചിലപ്പോൾ പോകില്ല. ഇവർ ഇനി സ്വാമിയെ കൊണ്ട് അത് ക്ലിയർ ചെയ്യിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിന്നിട്ടുണ്ട്. അപ്പം ഞാനും പലപ്പോഴും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പിടിച്ചു തള്ളി വിട്ടിട്ട് വരെ ഉണ്ട്. നിങ്ങൾ പറഞ്ഞു വെച്ചിട്ട് അറിഞ്ഞൂടാ. അപ്പം എനിക്ക് സ്വാമി പോകാൻ പറഞ്ഞാൽ പിന്നെ പോയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. നമുക്ക് അറിവില്ലല്ലോ. അറിവില്ലാതെ ചെയ്തിട്ടുണ്ട്. എനിക്കും പരിചയമുള്ള ഒരാൾ ഒരിക്കൽ ദൂരെ നിന്ന് വന്നു. എനിക്ക് ആൾ കൊണ്ടുവന്നാണ്. അപ്പം എന്തായാലും വന്ന് 3 പേരായിട്ടാണ് വന്നത്. അപ്പോൾ ഈ കൊണ്ടുവന്ന ആളിന് ഇങ്ങനെ ആശ്രമമുണ്ടെന്നറിയാം, ഇവിടെ ഇന്നടുത്താണെന്നറിയാം, ഒരു ലൊക്കേഷനൊക്കെ ഒരു ഐഡിയ ഉള്ളൂ. പക്ഷേ മറ്റുള്ളവർ ഇത്തിരി ദൂരമുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അവരെ കൊണ്ടുവന്നു. അവർ വന്നു കഴിഞ്ഞ് അപ്പം ഈ പയ്യനെ എനിക്കറിയാമെന്നുള്ളതുണ്ടാവും. ഞാനിപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു, നിനക്കറിയാമോ? ഞാൻ അതിലൊരാളിനെ എനിക്കറിയാം. പിന്നെ വരാൻ പറ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചുകൊണ്ട് ചെല്ലുകയും ചെയ്തത്. എന്നിട്ട് അവർക്ക് കൈനീട്ടപ്പോൾ വേണം, കൈകിട്ടമായേ പോകുള്ളൂ എന്നുള്ള കണ്ടീഷൻ. ഞാൻ പറഞ്ഞു, സ്വാമി ഇപ്പോൾ കൊടുക്കുന്നില്ല, നിങ്ങൾ വന്ന് കാപ്പ് കുടിച്ചിട്ട് പോകാൻ വേണ്ടി പറയുന്നു. അപ്പോഴേക്കും ഈ മറ്റവർ 2 പേരും വന്നതിലൊരാൾ വലിയ പ്രശ്നം, ഭയങ്കര പ്രശ്നം. എൻ്റെ ആകെ പഞ്ചഭൂതളവി. സ്വാമി അങ്ങ് ഇതായി വിഷമിച്ചു എന്നാണ് തോന്നി. ഞാൻ തന്നെ അപ്പോഴെന്നെ കാപ്പിയൊന്നും കൊടുക്കാമെന്നില്ല, ഇങ്ങനെയെങ്കിലും ഇറക്കി വിടാനുള്ള സംബന്ധം. കാപ്പൊടി അവർ കാപ്പി വേണ്ട എന്ന് പറഞ്ഞു ആദ്യം. ആ വാക്ക് തന്നെയാണ് ഞാൻ ഉൾക്കൊണ്ട് പിന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഞാൻ എന്നിട്ട് മറ്റേ പയ്യനോട് ചോദിച്ചു, നീ എന്തുവാടേ കാണിച്ചതെന്നൊക്കെ. അപ്പോഴാണ്, ചേട്ടാ എനിക്ക് ഈ കക്ഷികളെ ഇന്നടുത്ത് വെച്ച് കണ്ടുള്ള വന്ന് ഒരു പരിപാടിക്ക് പ്രോഗ്രാമിന് കണ്ടപ്പോൾ ഉണ്ടായ ഇതാണ്. അങ്ങനെ അവർ ഇതുപോലെ ഇവിടെ ഇങ്ങനെ ആശ്രമം ഉണ്ടല്ലോ, അതൊക്കെ അവിടെ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂടെ പരിചയമുള്ളൂ, എനിക്കറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. അത് ഒരു വല്ലാത്തൊരു വിഷമം തോന്നിയൊരു സംഭവം. കാരണം എനിക്ക് പരിചയമുള്ള ഒരാൾ കൊണ്ട് പരിചയപ്പെടുത്തുമ്പോഴും അതിലും സ്വാമിക്ക് വിഷമമുണ്ടായി എന്ന് തോന്നുമ്പോൾ ആ ഒരു വിഷമം പറഞ്ഞവരൊക്കെ അറിഞ്ഞൂടാ. സ്വാമി എന്ത് കൊടുക്കണമെങ്കിലും സ്വാമിക്ക് തോന്നിയാലേ കൊടുക്കുള്ളൂ. ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കരുത്. ചോദിച്ചു വാങ്ങാനും എനിക്ക് അനുഗ്രഹം വേണമെന്ന് പറയുമ്പോൾ എടുത്ത് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ആളല്ല അത്. പക്ഷേ കൊടുക്കാൻ അവർ അത്രയും നീറ്റുള്ള ആൾക്കാരല്ലെന്ന് എനിക്ക് ബോധ്യമായി. അവിടെ പിന്നീടാണ് മനസ്സിലായത് അത്രയും. പക്ഷെ എനിക്ക് അപ്പോഴത് നേരത്തെ ഒഴിവാക്കാമായിരുന്നു.
പോയി ചോദിക്കേണ്ട കാര്യമില്ലായിരുന്നു, ഒഴിവാക്കാമായിരുന്ന കേസാണ്. പക്ഷേ ഞാൻ ഈ പരിചയമുള്ളതിൻ്റെ പേരിൽ പിന്നെ എനിക്ക് പെട്ടെന്ന് ചോദിക്കേണ്ടി വന്നു. നമ്മളെ ഡ്യൂട്ടി സമയത്ത് ആയതുകൊണ്ട്, അതെ നമുക്ക് പരിചയമുള്ള ഒരാളും ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ചോദിച്ചു. ഡേ ഡ്യൂട്ടി ഒന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. ഇപ്പോഴും നൈറ്റ് ഡ്യൂട്ടി അത് ഈ നമ്മളെ പിന്നെ 92 ശേഷമുള്ള പിന്നീടാണ് സ്ഥിരം ഡ്യൂട്ടി തുടങ്ങുന്നത്. അതെ. അപ്പം അതിന് ശേഷമുള്ള ഡ്യൂട്ടി സമയങ്ങൾ വന്നപ്പോഴൊക്കെ എടുത്തു തുടങ്ങിയാണ്. അപ്പോഴൊക്കെ നിരന്തരം അനുഭവങ്ങളാണ്. അതൊക്കെ പാമ്പിൻ്റെ ഒരു അയ്യര വിളി അതിനകത്തുണ്ട്. എവിടെ എന്ത് കാണിച്ചാലും അവിടെ പാമ്പ് വരും. അത് പിന്നെ ഷായി സാറ് ഞാനുമാണ് കൂടുതലും ഡ്യൂട്ടി ചെയ്തിരുന്നത്. ഷായി സാറ് പറയണത് ചെയ്ത് ദുഷ്ടജീവിയാണ്, ഇതിനെ തല്ലിക്കൊല്ലണം എന്നുള്ള മനുഷ്യനെ. അപ്പോഴേക്ക് സാറാണ് ഈ രാത്രിയാകുമ്പം ഇതല്ല ഒരു പാമ്പിനെ കണ്ടെത്തി കൊണ്ടുവരും, അതിനെ തല്ലിക്കൊല്ലാണ് നമ്മളെ പരിപാടി, തല്ലി നിന്ന് കൊഴിച്ചു കൊണ്ടല്ലാണ് പരിപാടി. അങ്ങനെ കുറേ നമ്മൾ കൊന്നു, പക്ഷെ ഒരു രക്ഷയില്ല എന്നുള്ളതാണ്. ഒടുക്കം എനിക്ക് തന്നെ സങ്കടമായി, ഇനി കൊല്ലാൻ തയ്യാറല്ല. പിന്നെ ചാക്കി കെട്ടാൻ തുടങ്ങി. ചാക്കി കെട്ടിക്കൊണ്ടുവന്ന് പാറയിൽ കൊണ്ടുവിടൽ, ഇങ്ങനെയൊക്കെ ദൂരോട്ട് കൊണ്ടുവിടൽ, ഇങ്ങനെയൊക്കെ ആക്കി. എന്നിരുന്നാലും ഇതിൻ്റെ ഒരു വരവ് നിൽക്കുന്നില്ല. ഒടുക്കം പിന്നെ ഒരിക്കൽ ഇതല്ല അടുക്കളയിൽ കയറി ഒന്ന് അതിനെ അവിടെ ഇട്ട് തല്ലിക്കൊന്നു. അപ്പം തല്ലിക്കൊന്നു കഴിഞ്ഞപ്പോഴേക്കും അത് സ്വാമി അറിഞ്ഞു. സ്വാമി അപ്പോഴും പറയാറുണ്ട്, നമ്മളെ കാണുമ്പോഴൊക്കെ പിറ്റേ ദിവസം പോകാൻ നിൽക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, ഇവിടെ യവന്മാരാണെങ്കിൽ ആ ഇഴയന്തുക്കൾ ഇഷ്ടം പോലെ, അതിനെയൊക്കെ ഒന്ന് യവന്മാർ കണ്ട ഉടനെ അടിച്ചു കൊല്ലും. എത്ര അടിച്ചു വന്നാലും 1 കൊല്ലുമ്പോൾ 9 വരും. യവന്മാർക്ക് കൊല്ലാനേ സമയമുള്ളൂ എന്ന് സ്വാമി തമാശ പറയുന്നത് പോലെ സ്വാമി പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഞാൻ പറയില്ലേ, എല്ലാ കാര്യങ്ങളും നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. സ്വാമി പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ തമാശ രൂപത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഒത്തുകയില്ലായിരുന്നു. അവിടെ പിന്നെ അടുക്കളയിലുള്ള സംഭവത്തിന് ശേഷം സ്വാമി അപ്പം അറിയുന്നു. സ്വാമി പിന്നെ ഒരു പൂജ ചെയ്യുന്നു. അതിനുശേഷം പാമ്പില്ല, പിന്നെ ആ ശല്യമില്ല. അത് മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡ്യൂട്ടിക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അത് നാഗരിൻ്റെ ആ ഭാഗത്തോട്ട് പോയി കഴിയുമ്പോഴല്ല ചീറ്റലോട് ചീറ്റലായിരിക്കും, പക്ഷേ സാധനത്തിനെ കാണില്ല. ആ ഭാഗത്തുള്ള പാമ്പിനെ കാണില്ല നമ്മൾ. കാര്യം സംഭവം കാണിക്കാതെ നമ്മൾ തല്ലിക്കൊല്ലുന്നു. അതുകൊണ്ടായിരിക്കും ഞാൻ കാണാത്തത്. പക്ഷേ എപ്പോഴും ആ തെങ്ങിൻ്റെ ഇടയിലും അവിടെ ഇവിടെയൊക്കെ ചീറ്റലുണ്ട്. ഇപ്പോഴും ചീറ്റലുകൾ ഉണ്ടാവാം, പക്ഷേ പാമ്പില്ല, അത് കാണാൻ പറ്റില്ല. മുമ്പും ഇതല്ല, ആ ഭാഗത്തുള്ള പാമ്പിനെ ആ ഭാഗത്തുള്ള നാഗത്തിനെ നമ്മൾ ആരും അവിടെ കാണാൻ സാധ്യതയില്ല. കാര്യം ചീറ്റലും ഇതൊക്കെ നമ്മൾ ടോർച്ചടിച്ച് നോക്കാറുണ്ട്, പക്ഷേ കാണാറില്ല. പക്ഷെ അഴുക്ക ടൈപ്പ് പാമ്പുണ്ടല്ലോ, അതൊക്കെയാണ് കൂടുതൽ നമ്മൾ അതൊക്കെ കാണാറുണ്ട്. അത് കാണാറുണ്ട്. അത് ഇതുപോലെ തന്നെ ഒരിക്കൽ ഞാൻ ഇതല്ല 3 മണിക്ക് ചായ ഇട്ട് കൊണ്ടുവരായിരുന്നു. സ്വാമിക്കുള്ളതും അന്ന് ചായ ഇട്ട് തന്ന ശിശുവിനെ ചായ ഇട്ട് തന്ന്, അപ്പം സ്വാമിക്കുള്ളതും ഇത് രണ്ടും ഞാൻ കൊണ്ടുവരികയാണ്. അപ്പോഴേക്കും സ്വാമി അവിടെ ഇറങ്ങി പുറത്ത് ആ സ്റ്റെപ്പിൻ്റെ താഴേക്കായിരുന്നു. എൻ്റെ അടുത്ത് കൈ കാണിച്ച് അവിടെ നിൽക്കാൻ കൈ കാണിച്ചു. അപ്പം എനിക്കൊന്നും പിടിയിട്ടില്ല. ഞാൻ വീണ്ടും സ്വാമി കൈ കാണിച്ച് കണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ സ്വാമി എന്തോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റില്ല, ദൂരെ ആയതുകൊണ്ട് കേട്ടില്ല. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് വാന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ഇപ്പോൾ ഒരു പാമ്പ് അങ്ങോട്ട് പോയി, നീ കണ്ടില്ലേ? നിനക്കത് കണ്ടുകൂടി? ഇപ്പം നിൻ്റെ മുമ്പേ കൂടെ അല്ലേ പോയത്, അതിൽ നിൻ്റെ അടുത്ത് അവിടെ നിൽക്കാൻ പറഞ്ഞേ. അപ്പോഴേക്കും ഇത് കൊടുക്കുന്നു, ചായ കൊടുക്കുന്നു, പിന്നെ അവിടെ ഇട്ട് നിറക്കി കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്നു. ആ സമയത്ത് അതിനപ്പുറത്ത് വിളിയേക്കുന്നു. അപ്പോഴേക്കും സ്വാഭാവികമായിട്ട് അതവിടെ പോയി കടിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ സ്വാമി ചോദിച്ചു, അതങ്ങ് അപ്പുറത്ത് പോയി കടിച്ചു ചേട്ടാ എന്ന് പറയുന്നു. കാര്യം അത് കടി മാറ്റി വയ്ക്കാൻ പറ്റുന്നതായിരിക്കില്ല. നമ്മളെ കടിക്കാനുള്ളതിനെ ഭഗവാൻ മാറ്റി വിട്ടാൽ കയറി കൊടുത്തെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കില്ല. ഞാൻ ആ പാമ്പിനെ കണ്ടിട്ടേയില്ല, എൻ്റെ മുമ്പിലൂടെ പോയതാണ്, ഞാൻ കണ്ടിട്ടേ ഇല്ല. സ്വാമി എന്നെ ചോദിക്കുന്നു, ഇപ്പം നിൻ്റെ മുമ്പ് കൂടെ അല്ലേ പാമ്പ് പോയെന്ന് ചോദിക്കുന്നു. പക്ഷെ അപ്പുറത്ത് പോയി ഒരു സെക്കൻഡ് പോലും ഇല്ല. എൻ്റെ അത്ഭുതം പറഞ്ഞല്ല, മതിൽ നമ്മൾ എമ്മണ്ടം മതിലാണ് കെട്ടിയിരിക്കണത്. ഈ മതിൽ ഛേദിച്ച് അപ്പുറത്ത് പോകാൻ പറ്റിയ പാമ്പേത് അത് തന്നെ എന്നുള്ളതാണ്. അതായത് എന്തായാലും
അവിടെ ഒരു വാഴിയോ വേറെ ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല. കാരണം നമ്മൾ കരിങ്കല്ല് കെട്ടിയിട്ടുണ്ടെങ്കിലും എല്ലാം സിമെന്റ് ചെയ്ത് ഇട്ടിട്ടുള്ളതാണ്. അവിടെ വേറെ ഹോളോ കുഴികളോ ഒന്നുമില്ല. അപ്പുറത്ത് കളഞ്ഞു. അപ്പം ഇത് ചെന്നിട്ട് പാമ്പ് അപ്പുറത്ത് പോയിട്ട് മതിലിനപ്പുറത്ത് പോയിട്ട് കടിച്ചിരിക്കുന്നു. ഇതൊക്കെ പക്ഷെ നമ്മളവിടെ വെച്ച് ഇന്നുവരെ പാമ്പ് ആരെയും കടിച്ചിട്ടില്ല. അല്ല, ആരും കടിച്ചു. ഇത്രയും പാമ്പുകൾ പാമ്പിന്റെ പുറ്റാണ്. പക്ഷെ ഒരാളിനെ കടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം ഒത്തിരി ഈ മെനക്കേടുണ്ടായിട്ടില്ല. ഈ അടിച്ചു വന്നിട്ട് കൊണ്ടുവന്ന് കുഴിച്ചിടുന്നത് ചിലപ്പം പൈപ്പ് പൊട്ടിപ്പോവും. പിന്നെ അതിൻ്റെ പണിക്ക് പിന്നെ നേരെ വെളുത്ത് ചെന്ന് പൈപ്പൊക്കെ ജോയിൻ്റൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഒട്ടിക്കായിട്ടിട്ട് പോകാൻ പറ്റില്ല. ഇല്ല, അതുകൊണ്ട് തോണ്ടി പറക്കി ഒട്ടിച്ച് പിന്നെ വേറെ എവിടെയും കൊണ്ട് കുഴിച്ചത്. അങ്ങനെ ഇത്തിരി അനുഭവം. ഈ ചാക്കി കെട്ടിയിരിക്കുന്ന സാധനത്തിന് രാവിലെ കാണുന്നില്ല ചിലപ്പോൾ. ഇതെല്ലാം ശരിക്കും നിങ്ങൾ കൊന്നത് തന്നെ എല്ലാത്തിനും ഒന്നിനായിരിക്കും. ഇന്നലെ കൊന്നത് ഇന്ന് വന്നത് എല്ലാം ഒരു സാധനമായിരിക്കും. അതിൻ്റെ സ്വാമി പറയുന്നതനുസരിച്ച് ഇവന്മാർ തല്ലിക്കൊല്ലുന്നു, അത് രാവിലെ അത് ഒന്നിന് തല്ലിക്കൊല്ലാൻ മുമ്പതായിട്ട് വരുന്നെന്ന് പറഞ്ഞാണ് കാണാൻ. ഇതേ കണക്ക് ചിലപ്പോൾ ഒരു ദിവസം 3 എണ്ണത്തിനെ ചാക്കി കെട്ടി വയ്ക്കുകയാണ്. അത് 3 ഐറ്റത്തിനെ കെട്ടി വയ്ക്കുകയാണ്. ചാക്കി കെട്ടി വെച്ചിട്ട് രാവിലെ വെളുത്ത ശേഷം കൊണ്ട് കളയാം എന്നുള്ള കണ്ടീഷനായിരുന്നു. ഈ സാധനം നോക്കുന്ന ചാക്ക് മാത്രമേ ഉള്ളൂ. പാമ്പവിടെ ഹോളുമില്ല അതിൽ. ഇത് തന്നെ അത് പോയി. അവിടെ എല്ലാം അതേപോലെ അവിടെ സ്വയംഭൂ നാഗരാണ്. അപ്പോൾ അതുകൊണ്ട് അത് സ്വയംഭൂവായി, അത് പോയി. അപ്പോൾ അവന് ജീവൻ പിന്നെ പക്ഷെ രക്ഷിക്കുക അങ്ങ് വിടും. അപ്പോൾ നമ്മൾ ഈ കൊല്ലലും മടുത്തു, നിർത്തി. ഷായി സാറും മടുത്തു, ഞാനും മടുത്തു. അപ്പം പിന്നെ നമുക്ക് മനസ്സിലായി ഇനി ഇത് കാര്യം ചെയ്യാം. ഞങ്ങൾ മാത്രമല്ല എല്ലാ ഡ്യൂട്ടിക്കാരും ഇതിൽ ഉണ്ട്. ഭാഗം അവർക്കും ഇതൊക്കെ തന്നെ വേറെ ചെയ്യാൻ പറ്റും. ജയന്തുക്കൾ എന്നുള്ള കണക്ക് ക്ഷുദ്രജീവി എന്ന് പറയുന്ന ഒരു അല്ല, അത് സ്വാമി ഒരു ഇതോടുകൂടി പിന്നെ പാമ്പിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പാമ്പില്ല. നമുക്ക് ആ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ നമ്മൾ ഡ്യൂട്ടി ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കും. പാമ്പ് കാണാത്ത ഒരു ദിവസം കാണാം. പക്ഷേ ഈ നമ്മൾ ഇതുവരെ ചവിട്ടിയിട്ടില്ല. പക്ഷേ കാലെടുത്ത് വെക്കാൻ നോക്കുമ്പോഴേക്കും പാമ്പ് കിടക്കണം. അപ്പോൾ നമുക്ക് കാല് തിരിച്ചു കളിക്കണം. അപ്പം നമ്മുടെ മുമ്പിൽ ശ്രദ്ധ അവിടെ വരെയാണ്. തീർച്ചയായിട്ടും കാല് വയ്ക്കുമ്പോൾ തന്നെ വയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവിടെ പാമ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിൽ തോന്നുന്നു. നോക്കുമ്പോൾ പാമ്പുണ്ട് വരുന്നു. പിന്നെ അതുപോലെ ഞാനൊക്കെ ആണെങ്കിൽ വരാന്തലാണ് നമുക്ക് എന്നെ സംബന്ധിച്ച് കൂടുതൽ കിടപ്പും വരാതെയാണ്. ഇപ്പോഴും കിടപ്പ് വരാത്തില്ല. അപ്പം അതൊരു സുഖമാണ് അവിടെ. അത് രസമുള്ള ഒരു കിടപ്പ്, വരാന്തേ കിടപ്പ്. അത് അപ്പുറത്തായാലും ശരി തന്നെ, കമ്പനിക്കിനടുത്തായാലും ശരി തന്നെ, ഇപ്പുറത്തായാലും വരാന്തേ കിടപ്പ് ഒരു സുഖമാണ്. അപ്പം ആ സമയത്തും നമ്മൾ കിടന്നുറങ്ങണതിൻ്റെ ഇപ്പുറത്തായിരിക്കും പാമ്പ് വന്നിട്ട് അവർ നമുക്ക് മുമ്പ് ഇന്ന ഡ്യൂട്ടിക്കാർ അല്ലെങ്കിൽ പിമ്പ് ഇന്ന ഡ്യൂട്ടിക്കാർ എടുത്തുകൊണ്ട് പോകണത്. ഒക്കെ ഇന്ന് വേറെ കള്ളിക്കാട് ഭഗവാൻ നിൽക്കുന്നിടത്ത് എല്ലായിടത്തും കള്ളിക്കാട്ടുണ്ടായിരുന്നു. കള്ളിക്കാട് വെച്ചിട്ട് ഒരാളിനെ കടിച്ചു. അത് കടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതല്ലാണ് ഒരു ജമാൾ സമയം. അല്ല, കള്ളിക്കാട് വാർഷിക സമയം ഉണ്ടായിരുന്നു. പുള്ളിയെടുത്ത് പറയുന്നത് ഇരിക്കാൻ പറയുന്നു. പുള്ളി ഇല്ല അപ്പുറത്തേക്ക് എന്ന് പറഞ്ഞു. ഇല്ല നിങ്ങളിവിടെ ഇരിക്കുക എന്ന് പറയുന്നത്. അവിടെ ഇരിക്കുക, അങ്ങോട്ട് തടുക്കെടുത്തിട്ടിരിക്കുക എന്ന് പറഞ്ഞു. 3 പ്രാവശ്യം പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല ഞാൻ അപ്പുറത്ത് പോയേ പറ്റുള്ളൂ. പിന്നെ എവിടെയും പോയി എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി വന്നിടത്ത് പുള്ളിയെ കടിച്ചു. പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇല്ല, എന്നാലും അത് വേണ്ട ഒഴിവാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അവിടെ ഇരിക്കാൻ പറഞ്ഞത്. ആ ഒരു പീരീഡ് കഴിഞ്ഞാൽ പിന്നെ അതിന് മാറ്റി. അങ്ങനെ ഒരു അനുഭവം എൻ്റെ മുമ്പിലുള്ളതാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. നമുക്ക് ഇനിയും അടുത്ത സമയങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ഇത്രയും സമയം ഭഗവാന്റെ കാര്യങ്ങൾ, അതിപ്പോൾ നമ്മൾ ഭഗവാന്റെ കാര്യം പറഞ്ഞിരുന്ന എത്ര സമയം ഇരുന്നാലും തീരുമില്ല. ജന്മം മുഴുവനും പറയാം. പിന്നെ എന്ന് വെച്ചാൽ തീരാത്ത കാര്യങ്ങളാണ് ഭഗവാന്റെ കാര്യങ്ങളിൽ വരുന്നത്. ഓരോ ദൈനംദിന കാര്യങ്ങൾ പിന്നെ എല്ലാം സ്വാമിയുടെ കൂടെ ഇത്രയും ദിവസം നിന്നുകൊണ്ട് അതിലേയും പറഞ്ഞ അത്രയും അനുഭവങ്ങൾ പറയാൻ കാണും. എന്നാലും ഇപ്പം ഇത് ഞാൻ വരുമ്പോഴും ഒന്നും തയ്യാറെടുത്തിട്ടോ തയ്യാറെടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി പറയാനായിട്ട് വേണ്ടല്ലോ. നമുക്ക് ഇഷ്ടമാതിരി ഉണ്ടല്ലോ. പറഞ്ഞാലും തീരാത്ത അനുഭവങ്ങൾ കിടക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഇത്രയും സമയം ഭഗവാന്റെ ചാനലിൽ വന്ന് തിരക്കിൻ്റെ ഇടയിലും തമ്പുരാൻ്റെ കാര്യങ്ങൾ ഇത്രയും സമയം പറയാൻ മനസ്സ് കാണിച്ച മനുവിന് ഒന്നുകൂടി ഭഗവാന്റെ നാമധേയത്തിൽ നന്ദി, നമസ്കാരം.